ഹലോ ഗോയ്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ നിന്നും പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന സംഘടനയിൽ നിന്നും എല്ലാം ഒഴിവാക്കിയിരുന്നു. ഒരുപാട് നാളത്തെ വിചാരണയ്ക്ക് ശേഷം ദിലീപ് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അമ്മ എന്ന സംഘടനയിൽ ഇന്നും ദിലീപിനെതിരെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ദിലീപിന് അനുകൂലമായി കുറെ ആൾക്കാരുണ്ടെങ്കിലും ദിലീപിന് പബ്ലിക്കായി സപ്പോർട്ട് ചെയ്യാൻ ഇവരെ കൊണ്ടാകുന്നില്ല. അതുകൊണ്ടെല്ലാം തന്നെ ദിലീപ് പുതുതായി ഒരു സംഘടന രൂപീകരിക്കാൻ ആലോചനയിട്ടിരിക്കുകയാണ്. അമ്മ എന്ന സംഘടനയിലുള്ളവരെ, അതായത് ദിലീപിനെ സ്നേഹിക്കുന്ന, ദിലീപിന്റെ കൂടെ നിൽക്കുന്ന, ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കൂടെ ഒരുമിപ്പിച്ച് ദിലീപ് തലപ്പത്ത് നിന്ന് സിനിമയുടെ പ്രവർത്തനങ്ങളും മറ്റും നടത്തുവാൻ വേണ്ടിയാണ് പുതിയൊരു സംഘടന നിലവിൽ വരുന്നത്. ഈ ഒരു സംഘടനയ്ക്ക് പേരോ കാര്യങ്ങളോ ഓഫീസോ നിലവിൽ നിശ്ചയിച്ചിട്ടില്ല എവിടെയാണെന്ന്. പക്ഷേ ഉടൻ തന്നെ ഏകദേശം ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സംഘടന നിലവിൽ വരുമെന്നും ദിലീപ് അതിന്റെ തലപ്പത്ത് തന്നെ തുടരുമെന്നും തീരുമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ സംഘടനയിലേക്ക് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങുന്ന ഒട്ടനവധി താരങ്ങളും ഈ ഒരു സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദിലീപുമായി സഹകരിക്കുകയുണ്ടായി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ദിലീപിനെ തള്ളിക്കളഞ്ഞവർക്ക് മുന്നിലൂടെ ദിലീപ് നെഞ്ചും വിരിച്ചു വരുമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. പക്ഷേ ഈ ഒരു സംഘടന തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ എന്ന പഴയ സംഘടനയെക്കുറിച്ച് എല്ലാവർക്കും ഒരു വേവലാതി ഉണ്ടാകും. ഈ ഒരു അമ്മ എന്ന സംഘടനയെ പൂർണ്ണമായി കുറച്ച് പെൺകരുത്തുകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞു കൊടുക്കുകയാണ് ഈ അമ്മ എന്ന സംഘടന ഇനി മുതൽ. അമ്മ എന്ന സംഘടനയിൽ കുറച്ച് അഴിച്ചുപണികൾ ആവശ്യമാക്കേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ അമ്മ എന്ന സംഘടനയിൽ നിന്നും വിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ വഹിച്ച ഒരു നേതൃസ്ഥാനം മറ്റുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ തീരുമാനിക്കുന്നത്. പൂർണ്ണമായും സിനിമാ മേഖലയിൽ, അതായത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതും സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചതുമായ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് സിനിമ കിട്ടാതെ കുറച്ച് യാതനകളൊക്കെ അനുഭവിക്കുകയാണ്. കുറച്ചുപേര് രോഗത്താൽ വലയുകയും കുറച്ച് ആളുകൾക്ക് തൊഴിലില്ലായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെയെല്ലാം സഹായിക്കുക, ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, പെൻഷൻ എന്ന പദ്ധതിയെ പുനരാവിഷ്കരിച്ച് പുതിയ രൂപത്തിൽ കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടാതെ നല്ല നല്ല പടങ്ങൾ ഇറക്കുകയും നല്ല പടങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തൊക്കെയായിരുന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.